അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി ബിറദ്വാനില്ലാഹ്. അമ്മാ ബഅദ്. വിശിഷ്ടരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, SUSൻ്റെ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മതത്തിൻ്റെ മധുരാനുഭവങ്ങൾ വിഷയത്തിലെ നമ്മുടെ മതത്തിൻ്റെ വിശ്വാസത്തിലും കർമ്മത്തിലുമുള്ള സൗന്ദര്യത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നും ആനന്ദപൂർണമായ ജീവിതത്തിലായിരിക്കും അയാളുണ്ടാവുക. കാരണം അസ്സാദത്തുൽ അബദിയ, നിത്യമായ ആനന്ദമായിരിക്കും വിശ്വാസിയുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇതിൻ്റെയൊക്കെ വലിയ വലിയ പ്രതിഫലങ്ങൾ ഈ ലോകത്തുണ്ടാവുന്നതിൻ്റെ പുറമേ തന്നെ പരലോകത്തുണ്ടാകും എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരാളുടെ ഹൃദയങ്ങളിൽ സന്തോഷം ഉണ്ടാവുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം, അദ്ദേഹത്തിന് ഇവിടുന്ന് ലഭിക്കുന്ന ഒരു അവാർഡല്ല പ്രധാനം. ഒരുപക്ഷെ ആർക്കാണോ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളിൽ നിന്ന് തന്നെ തെറിയും അടിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. തെരുവിൽ കിടക്കുന്ന ഒരാളുടെ മുടി വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അയാൾക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റ് നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ സുഖകരമല്ലാത്ത മറുപടി റിയാക്ഷൻ ഉണ്ടായേക്കാം. അതുപോലും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല. കാരണം ഇവിടെ നിന്നുള്ള ഒരു സുഖത്തിനോ അവാർഡിനോ വേണ്ടി അല്ല ഞാനിത് ചെയ്യുന്നത് എന്ന ഉത്തമ ബോധം, എനിക്ക് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുണ്ട് എന്ന വിചാരം, ഇതാണ് റിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാവ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തേത് വിശ്വാസം. അതിൽ ലഭിക്കുന്ന ഒരു സുഖം പരമാനന്ദമാണ്. ഞാൻ ആരോടാണ് എൻ്റെ എല്ലാ വിഷയവും പറയണത്? എൻ്റെ എല്ലാ പ്രശ്നവും അറിയുകയും എനിക്ക് ഏത് പ്രതിസന്ധി വന്നാലും വിളിക്കാൻ പറ്റുകയും ചെയ്യുന്ന റബ്ബിനോട്. ആ റബ്ബാണെങ്കിൽ ലാ തഖുദഹു സിനത്തും വലാ നൗം, ഉറക്കമില്ല, തൂങ്ങി ഉറക്കമില്ല. രാത്രി ആയല്ലോ മോനെ വാതിലടച്ചു എന്ന വർത്തമാനങ്ങളില്ല. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തില്ലല്ലോ എന്ന കമൻറ്റുമില്ല. ഏത് സമയത്തും വിളിക്കാനാവുന്ന, വിളിക്കേണ്ടതില്ല, ഹൃദയങ്ങളിലെ വേദനകൾ വായിച്ചെടുത്ത് നമുക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരുന്ന റബ്ബാണ് നമ്മുടെ അല്ലാഹ്. അതിനെയാണ് നമ്മൾ തവക്കുൽ അല്ലെങ്കിൽ ഈമാൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബിയുല്ലാഹി അർമിയ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു സന്ദേശം കൊടുക്കുന്നത് കാണാം. എൻ്റെ നബിയായ ദാന്യായിൽ നബി അലൈഹിസ്സലാം ഭക്ഷണം കിട്ടാതെ പൊട്ടക്കിണറ്റിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളവിടെ ഫുഡ് എത്തിക്കണം. ദാന്യായിൽ നബി അലൈഹിസ്സലാം ഭക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടില്ല. ആ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആ നബിയുടെ വേദന അറിഞ്ഞ് അവിടത്തേക്ക് എത്തിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ നമ്മുടെ പ്രശ്നത്തെ മുഴുവനും അറിയുകയും ആ പ്രശ്നത്തിൻ്റെ പരിഹാരം മുഴുവൻ അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ലോകം മുഴുവനും നമുക്ക് എതിരായാൽ തന്നെയും, ഈ ലോകം മുഴുവനും എതിരായി ആൾക്കാർ മുഴുവനും പരിഹസിക്കുന്നു, അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ബേജാറാവാനാ? എന്തിനാണ് നമുക്ക് പേടി? ഒരാൺകുട്ടി ഇവിടെ ജനിക്കരുത്, ജനിച്ച കുട്ടി കൊല്ലപ്പെടണം എന്ന് കരുതി ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിർഔൻ. എന്നിട്ട് ആ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ വളരെ മനോഹരമായിട്ട് അള്ളാഹു വളർത്തുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിക്ക് മുലയൂട്ടാൻ വേണ്ടി
ഫിർഔന് തന്നെയാണ് ആഡ് കൊടുക്കുന്നത്, പരസ്യം കൊടുക്കുന്നത്, ഒരു പെണ്ണുങ്ങളെ വേണം, മുലയൂട്ടാൻ വേണം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ലോകം മുഴുവനും എതിരായാലും ഒരു കുഴപ്പമില്ല. ബിസിനസ് എല്ലാം പൊട്ടി, സാഹചര്യം മുഴുവൻ പ്രാതികൂല്യമാണ്, എനിക്ക് പരിഹാരം സൂയിസൈഡാണ് എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയല്ല. ഞാനാകെ അവമതിക്കപ്പെട്ടു, അവഹേളിക്കപ്പെട്ടു, എനിക്കെതിരെ പ്രചരണങ്ങൾ നടന്നു, എനിക്കിനി രക്ഷ ആത്മഹത്യയിലാണ് എന്ന് വിചാരിക്കുന്നത് മുഅ്മിനല്ല. അതുകൊണ്ടാണ് CB തോമസിൻ്റെ IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കാണാം, വിശ്വാസികളിലാണ് താരതമ്യേന ആത്മഹത്യ കുറവ്. എന്തുകൊണ്ട്? അവർക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ, പരിഹാരങ്ങൾ തേടാൻ റബ്ബുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രശ്നവും എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ഇടം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യാശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. എനിക്ക് ഏത് പ്രാതികൂല്യ സാഹചര്യത്തെയും മറികടക്കാൻ എനിക്ക് റബ്ബിൻ്റെ സഹായം മതി എന്ന വിചാരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബൂജഹലിൻ്റെ 100 ഒട്ടകത്തിൻ്റെ ഇനാം പ്രഖ്യാപനം സ്വപ്നം കണ്ടുകൊണ്ട് വട്ടമിട്ട് പറന്ന ഒരു കാലമുണ്ടായിരുന്നു മക്ക ശത്രുക്കൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹുവിനെയും അള്ളാഹു സംരക്ഷിച്ചത് എങ്ങനെയാണ്? മിസൈൽ സംവിധാനങ്ങൾ വേണ്ട, AK-47 വേണ്ട, വേറെ ഒരു സിസ്റ്റവും ഇല്ലാതെ അള്ളാഹു സംരക്ഷിച്ചത് ലോകത്തെ ഏറ്റവും ദുർബലമായ വീട്, ഒറ്റ ഊത്തിന് പൊട്ടിപ്പോകുന്ന ഇന്ന അഹ്വനൽ ബുയൂത്തിലെ ബൈത്തുൽ അങ്കബൂത്സ്, ചിലന്തി വല കൊണ്ടാണ് അള്ളാഹു സംരക്ഷിച്ചത്. എന്നിട്ട് അതിനെ വളരെ മനോഹരമായിട്ട് ഇമാം ബൂസൂരി ആവിഷ്കരിക്കുന്നുണ്ട്. വിഖായത്തുല്ലാഹി അനത്ത് അൻ മുളാഅഫത്തിൻ മിനദ്ദുറൂഇ. കോട്ടകൾ വേണ്ട, പ്രതിരോധ മിസൈലുകൾ വേണ്ട, ഒരു ഡിഫൻസും വേണ്ട, അള്ളാഹുവിനെ സംരക്ഷിക്കാൻ ഒരു ചിലന്തി വല വെച്ചേക്കാൻ മതി, ഒന്ന് മതി, അതുമാത്രം മതി. ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് വിചാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് എന്തിനാണ് ടെൻഷൻ? അയാൾക്ക് എന്തിനാണ് മൂഡ് ഓഫിൻ്റെ ഇമോജി? അയാൾക്ക് എന്തിനാണ് പ്രയാസം? അയാൾക്ക് എന്തിനാണ് പ്രതിസന്ധി? വളരെ ആനന്ദപൂർണമായ ജീവിതമായിരിക്കും അയാളുടേത്. ഇപ്പോഴും എൻ്റെ പ്രശ്നം പറയാൻ ഒരിടമുണ്ട്. ഇനി അഥവാ ഞാൻ ഈ പ്രശ്നം പറഞ്ഞ് അതിൻ്റെ പരിഹാരം ഉടനടി കിട്ടിയില്ലെങ്കിലും എന്തേലൊക്കെ ഒരു പരിഹാരം ഇതിനേക്കാൾ വലുത് കിട്ടാനുണ്ട് എന്ന് വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞതിനേക്കാൾ സുഖമാണ്. അതാണ് ഒരു മുഅ്മിൻ അള്ളാഹുവിനോടൊരു കാര്യം ദുആ ചെയ്യുമ്പോൾ 3-1 ഉത്തരവാണ് അള്ളാഹു നൽകുന്നത്. ഒന്നുകിൽ ആ ചോദിച്ചത് തന്നെ നൽകും, അല്ലെങ്കിൽ വലിയൊരു അപകടം അയാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ടാവും, അത് ബ്ലോക്ക് ചെയ്യും. ചോദിച്ചത് PSC റാങ്ക് ലിസ്റ്റിൽ വേണമെന്നാണ്, കൊടുത്തത് ആക്സിഡൻ്റ് ഒഴിവാക്കലാണ്. അതാണ് ടോപ്പ് എന്ന് അള്ളാഹുവിന് അറിയാം. ഇയാൾക്ക് റാങ്ക് കിട്ടിയിട്ട് ആക്സിഡൻ്റായി മരിച്ചിട്ട് എന്ത് കാര്യം? ഒരുപക്ഷെ ഈ രണ്ടും ആയിരിക്കില്ല, മൂന്നാമത്തെ ഒന്ന് അതെന്തായിരിക്കും? ആഖിറത്തിലുള്ള മുന്തിയ പ്രതിഫലമായിരിക്കും. ആ പ്രതിഫലം ആഖിറത്തിൽ കിട്ടുമ്പോൾ അയാൾ വിചാരിക്കും എത്ര 1008 ദുആ ആണ് ലോകത്ത് ദുനിയാവിൽ നിന്ന് ഞാൻ നടത്തിയത്. ആകപ്പാട് 8 ദുആഇൻ്റെ ഉത്തരവാണ് ദുനിയാവിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ബാക്കിയുള്ള 1000 എണ്ണത്തിൻ്റെയും പ്രതിഫലം ഇങ്ങനെ വാരിക്കോരി തരികയാണ്. ആ 8ഉം വേണ്ടായിരുന്നു. ഇതാണ് അള്ളാഹുവിനോട് മിണ്ടിയാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാം വലിയ വലിയ സമ്മാനങ്ങളാണ്. അങ്ങനെ മിണ്ടണം എന്നും ഇസ്ലാമിൽ നിർബന്ധമൊന്നുമില്ല. ഹൃത്തടങ്ങളിലെ വേദന അത് മതി. ഉജൈരിമി പറഞ്ഞല്ലോ, ദുആഇന് അക്ഷരങ്ങൾ വരണമെന്നോ അധരങ്ങൾ അനങ്ങണമെന്നോ നിബന്ധനയില്ല. ഹൃത്തടത്തിലെ വേദന അല്ലാഹ് എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഫഇന്നി ഖരീബ്, ഇതാ ഞാനിവിടെയുണ്ടല്ലോ. ഈ ഒരു വിശ്വാസം എന്തൊരു മനോഹരമാണ്. ഇത് ആർക്കാ ഉള്ളത്? ഇതൊരു പ്രതിസന്ധി വന്നാലും സന്തോഷം വന്നാലും പ്രതിഫലങ്ങളുടെ ഒരു ലോകമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു പ്രതിസന്ധി വന്നു, കച്ചവടത്തിൽ ചെറിയൊരു ക്രൈസിസ്, ഇക്കണോമിക്കലി ഫിനാൻഷ്യലി പ്രോബ്ലം, അല്ലെങ്കിൽ വീട്ടിൽ നിത്യരോഗങ്ങൾ, ചില ആക്സിഡൻറ്റുകൾ, ചില പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് എന്തിനാണ് അള്ളാഹു നൽകുന്നത്? നമ്മളെ ശുദ്ധീകരിക്കാനാണ്,
നമ്മളെ നന്നാക്കാനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിക്കാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വലിയ രോഗം പിടിച്ച് കിടക്കുന്നത് കണ്ടു. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇയാൾ നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളാണല്ലോ, ചില രോഗങ്ങളൊക്കെ ഇയാൾക്ക് വന്നിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മറുപടി, ഇയാൾ സ്വർഗം ചോദിക്കുന്നതോടൊപ്പം സ്വർഗത്തിലെ ഉന്നത സ്ഥാനം ചോദിച്ചു. അതിന് മാത്രം അയാൾക്ക് കർമ്മങ്ങളില്ല. ആ മോനിക്കാണെങ്കിൽ ആ ഉന്നത സ്ഥാനം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ചെറിയൊരു രോഗം കൊടുത്തു, അതിന് ക്ഷമിച്ചാൽ ആ ഗ്രേഡിലേക്ക് എത്തും. അതോടുകൂടി അയാൾ ഹി ഹാസ് ഗോട്ട്സ് ഫസ്റ്റ് പ്രൈസ്. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. നിങ്ങൾ നോക്കൂ, എന്തൊരു രസമാണ്. ഒരു ദിവസം പനി ബാധിച്ചാൽ ഹദീസ് പറയുന്ന ഒരു കൊല്ലത്ത് ദോഷം പുറത്തു. ആരും വലിയ ക്യാൻസറൊന്നും വരണ്ട, ഒരു മുള്ളു തറച്ചാൽ തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടും. മുള്ളും തറക്കണ്ട, ടെൻഷനായ മതി. റബ്ബേ, ഞാൻ ഈ ഓട്ടോ ഒക്കെ ഓടിച്ച് ഈ ലോഡൊക്കെ എടുത്ത് ചായ കാപ്പി റെയിൽവേ സ്റ്റേഷനിൽ വിറ്റ് എൻ്റെ 4 മക്കളെ എപ്പം കെട്ടിക്കാനാ? ആ ആലോചനക്ക് തന്നെ ദോഷങ്ങൾ പൊറുക്കും. കുടുംബത്തെ ഓർത്തിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോഴേക്ക് ദോഷം പൊറുക്കും. എന്തൊരു രസമാണ് നമ്മുടെ മതം, എന്തൊരു മനോഹരമായ ആശയമാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനോട് കടുത്ത പ്രേമമായിരിക്കും. അതുകൊണ്ടാണ് അവർ ആഖിറത്തിലെത്തുമ്പോൾ മലക്കൾ ആപ്പിൾ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ, എന്താ ആപ്പിൾ തോട്ടം? മുന്തിരി, എന്ത് മുന്തിരി? ഓ, ഇയാൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലല്ലേ. ഇതാ വേറെ എന്ത് കാണിച്ചു കൊടുത്താലും വേണ്ട. ഹോറുല്ലീൻ, എന്ത് ഹോറുല്ലീൻ? അപ്പം പെണ്ണും വേണ്ടേ? പിന്നെ എന്താണ് വേണ്ടത്? അയിനല്ലാ, എൻ്റെ അല്ല ഇവിടെ. വലൽ ഹോറു വലൽ ഹിസാൻ, അവർക്കെന്ത് ഹോറുൽ ഐൻ, അവർക്കെന്ത് മറ്റു സുഖങ്ങൾ. അള്ളാഹുവിനോട് പ്രേമം കൂടണം. ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസത്തിലെ സൗന്ദര്യം. അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും എത്രമാത്രം സൗന്ദര്യമുള്ള പേരുകളാണ്. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അതിൻ്റെ അർത്ഥം? അർ റഹ്മാൻ അർ റഹീം. ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന അള്ളാഹ്, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അള്ളാഹ്. ഇതിൽ എല്ലാം ഉൾപ്പെട്ടു. ജീവിതത്തിൽ മനുഷ്യർക്ക് ടെൻഷൻ ഉണ്ടാവാൻ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, എൻ്റെ തെറ്റൊക്കെ പുറത്തു തരുമോ? വലിയ തെറ്റൊക്കെ ഉണ്ടല്ലോ. ഓ, പറഞ്ഞല്ലോ വലിയ തെറ്റൊക്കെ പൊറുക്കും. എൻ്റെ നന്മയൊക്കെ സ്വീകരിക്കുമോ? എൻ്റെയൊക്കെ വളരെ ചെറിയ ആജ്യമാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 3 ലക്ഷമൊക്കെ കൊടുക്കുമ്പോൾ ബക്കറ്റിൽ ഒരു 5 രൂപ കൊടുക്കാനൊക്കെ അല്ലേ എനിക്ക് വകയുള്ളൂ. സ്വീകരിക്കും മോനെ, ചെറുതാണെങ്കിലും. ഇതാണ് 1-ാമത്തെ ആയത്ത് തന്നെ. ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ വായിക്കണം, നമുക്കറിയാൻ പറ്റണം. സമയത്തിൻ്റെ പരിമിതി നമുക്കറിയാം. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.